Dear students, today we are going to discuss how to solve a game problem using graphic method. If the payoff matrix is of the order 2 by n or m by 2, graphic method can be applied. അതായത് ഗെയിം പ്രോബ്ലം 2 by n അല്ലെങ്കിൽ m by 2, അതായത് 2 റോയോ 2 by n എന്ന് പറഞ്ഞാൽ 2 റോയോ m by 2 മീൻസ് 2 കോളമോ ആണെങ്കിൽ നമുക്ക് ഗ്രാഫിക് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. സൊല്യൂഷൻ ഫോർ 2 by n games. Here A has only 2 strategies and B has n strategies. Let the strategies of A be A1 and A2. Let the strategies of B be B1, B2, etc. Bn. നമ്മൾ ഫസ്റ്റ് സോൾവ് ചെയ്യാൻ പോകുന്നത് 2 by n ഗെയിംസ് ആണ്. അതായത് 2 റോസും n കോളംസും ആണെങ്കിൽ A1, A2 എന്നുള്ളത് എയുടെ സ്ട്രാറ്റജി, അതായത് റോ ആയിരിക്കും A1, A2. ദെൻ B1, B2, Bn എന്നുള്ളത് കോളംസ് ആയിരിക്കും, അതായത് ബിയുടെ സ്ട്രാറ്റജി. ഫസ്റ്റ് റോ 2 വെർട്ടിക്കൽ ലൈൻസ് A2 ആൻഡ് A1. 2 വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുക. On both A2 and A1, mark the points. Points മാർക്ക് ചെയ്യാം. Then draw lines representing B1, B2, B3, etc. Bn. The largest point on the lowest boundary will give maximum payoff the player A. The line which passes through the maximum point represents the optimum strategy of B. Hence, we obtain a reduced 2 by 2 matrix. Then apply probability method to get the strategies of A and B. Consider the following question. Solve the following game problem using graphic method. Player A1, A2 ഉണ്ട്, player B ഉണ്ട്, B1, B2, B3, B4, B5. 2 minus 3 minus 4 4, 6 minus 4 minus 3 1, 5 0. Solution. ഇപ്പം ഗ്രാഫിക് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഡോമിനൻസ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അതായത് ഡോമിനൻസ് പ്രോപ്പർട്ടി ആകുമ്പം ഈ മെട്രിക്സ് കുറച്ചുകൂടെ ഷോർട്ട് ആകും. അപ്പം ഇവിടെ ഡോമിനൻസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ വി ക്യാൻ യൂസ് എനി കോളം ഗ്രേറ്റർ ദാറ്റ് എനി കോളം ആണോ എന്ന് സെർച്ച് നോക്കുക. ദാറ്റ് ഈസ് B5, അതായത് B5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു B1 ആണ്. അതായത് 5 ഗ്രേറ്റർ ദാൻ 2, 0 ഗ്രേറ്റർ ദാൻ 3 minus 3m. So we can delete B5 by dominance property. Dominance property use ചെയ്യുമ്പം greater row delete ചെയ്യാം. So B5 delete ചെയ്തു. So we get the matrix A1, A2, 2 minus 3 minus 4 4, 6 minus 4 minus 3 1, B1, B2, B3, B4. ഇനി ഗ്രാഫിക് മെത്തേഡ് യൂസ് ചെയ്യാം. ഗ്രാഫിക് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡ്രോ 2 വെർട്ടിക്കൽ ലൈൻസ് A1 ആൻഡ് A2. 2 ലൈൻസ് വരയ്ക്കണം, A1 ഉം A2 ഉം വരയ്ക്കണം. സോ 2 വെർട്ടിക്കൽ ലൈൻസ് വരച്ചു. ഫസ്റ്റ് വെർട്ടിക്കൽ ലൈൻ നമുക്ക് A2 എന്ന് പേര് കൊടുക്കാം. സെക്കൻഡ് വൺ A1 കൊടുത്തു. ദെൻ പോയിന്റ്സ് മാർക്ക് ചെയ്തു. അതായത് 6 ആണ് മാക്സിമം പോയിന്റ്. അപ്പൊ 6 മുതൽ സ്റ്റാർട്ട് ചെയ്തു. 6 5 4 3 2 1 0, -1 -2 -3 -4 -5. ദെൻ ഓരോ ലൈനും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ B1 എന്ന് പറയുന്നത് 2 - 3 ആണ്. ഇപ്പൊ A1-ല് 2, അപ്പൊ A1-ല് 2 ഇതാണ്. B1 വരയ്ക്കാൻ പോവാണ്. A1-ൽ 2 ആണ്. അപ്പൊ A1 ഇതാണ്, ഈ ലൈനാണ് A1. A1-ൽ 2 മാർക്ക് ചെയ്തു. A2-ല് -3, അപ്പൊ -3 മാർക്ക് ചെയ്തു. അപ്പൊ 2 -3 മാർക്ക് ചെയ്തു. സോ ഇത് തമ്മിൽ ലൈൻ വരയ്ക്കുന്നു. ഇത് തമ്മിൽ ലൈൻ വരയ്ക്കുമ്പോൾ ഈ ലൈനിന് B1 എന്ന് പേര് കൊടുക്കുന്നു. B1. സിമിലർലി വി ക്യാൻ ഡ്രോ B2 വരയ്ക്കാം. B2 എന്ന് പറയുന്നത് A1-ൽ -4, A2-ല് 4, A2-ല് 4, A2-ല് 4 വരയ്ക്കുവാണ്. സോ ഈ ലൈൻ മാർക്ക് ചെയ്യാം. ഈ ലൈനിന് B2 എന്ന് പേര് കൊടുക്കുന്നു. നെക്സ്റ്റ് B3 വരയ്ക്കണം. B3 6 -4 ആണ്. അപ്പം A1-ല് 6, ഇതിൽ -4.
ദിസ് ഈസ് 6 B3. ഈ ലൈനിന് B3 എന്ന് പേര് കൊടുത്തു. ദെൻ നെക്സ്റ്റ് B4 ആണ്. B4 എന്ന് പറയുന്നത് -3 1 -3 1 മാർക്ക് ചെയ്തു. -3 മാർക്ക് ചെയ്തു. ഇതിന് B4. സോ ലൈൻസ് എല്ലാം ഡ്രോ ചെയ്തു. ദെൻ നമ്മൾ ഈ ലോവർ പോർഷൻ ആണ് ഷെയ്ഡ് ചെയ്യുന്നത്. ദിസ് ഈസ് അവർ ലോവർ ബൗണ്ടറി. അതായത് ഇവിടുന്ന് ഇതാണ് ദിസ് ഈസ് അവർ ലോവർ ബൗണ്ടറി. ലോവർ ബൗണ്ടറി ബൈ ദ ലൈൻസ് B1 B2 B3 B4. അപ്പോൾ ഈ ലൈനിന് നമുക്ക് പേര് കൊടുക്കുവാണ്. ഇവിടെ L, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് M, ഇവിടെ N, O, LMNO, P. ഇതായിരിക്കും ബൗണ്ടറി. സോ ഓഫ് ദിസ് N is the required, അതായത് ഈ ബൗണ്ടറിയിലെ ഹയസ്റ്റ് പോയിന്റ് N is the required point. It is the N ആണ് required point as it is the maximum point. മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് N ആണ്. സോ N is the intersection. N എന്ന് പറയുന്ന ഏതൊക്കെ ലൈൻസിന്റെ ഇന്റർസെക്ഷൻ ആണെന്ന് നോക്കണം. N is the intersection of line B1 and B4. So we can write N is the intersection. N എന്ന് പറയുന്ന ലൈന് B1 ന്റെയും B4 ന്റെയും ഇന്റർസെക്ഷൻ ആണ്. N is the intersection of B1 and B4. So we can ignore B2 and B3. Thus the reduced matrix is obtained by avoiding B2 and B3. ഈ N മാത്രമേ നമ്മൾ എഴുതുന്നുള്ളൂ. N എന്ന് പറയുന്ന ഇന്റർസെക്ഷൻ ഓഫ് B1 and B4. അപ്പൊ B1 ഉം B4, അതായത് B1 ഉം B4 മാത്രമേ എഴുതുന്നുള്ളൂ. B2 B3 കട്ട് ചെയ്തിട്ടാണ് എഴുതുന്നത്. So N is the required point as it is the maximum point. N is the intersection of B1 and B4. So ignoring B2 and B3. അപ്പോൾ B1 ഉം B4 മാത്രമേ എഴുതുന്നു. B1 ഉം B4 ഉം. That is 2 -3 -3 1. So ഇനി സോൾവ് ചെയ്യാം. ഇനി we can use the method, probability method യൂസ് ചെയ്യാം. Probability method P is equal to formula D minus C by A plus D minus B plus C. That is equal to D എന്ന് പറയുന്ന ഇവിടെ ഇതാണ് A, B, C, D. D is equal to 1 ആണ്. So 1 minus C എന്ന് പറയുന്നത് -3 ആണ്. അപ്പം -3 by A plus D. A plus D means 1 plus 2 minus -3 -3. B plus C എന്ന് പറയുമ്പോൾ -3 ഇതാണ് A. This is our B, C, D. That is equal to 1 minus -3 എന്ന് പറയുമ്പോൾ 4 by 3 minus -3. -3 -3 -6. That is equal to 4 by 9. 4 by 9 എന്ന് കിട്ടി. Then Q is equal to D minus B by A plus D minus B plus C എന്നാണ്. So D minus B, that is 1 minus -3 by 1 plus 2 minus -3 -3. That is equal to 4 by 9 തന്നെ സെയിം. നെക്സ്റ്റ് വാല്യൂ ഓഫ് ദ ഗെയിം കണ്ടുപിടിക്കണം. വാല്യൂസ് ദ ഗെയിം കണ്ടുപിടിക്കാൻ AD. അപ്പം 2 മൈനസ് B മൈനസ് 9 by 1 plus 2 minus -3 -3 to minus 7 by -7/9. വാല്യൂ ഓഫ് ദി ഗെയിം. സോ സൊല്യൂഷൻ ഇതാണ്. എയുടെ സ്ട്രാറ്റജി കണ്ടുപിടിക്കണം. അപ്പൊ എയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് പിയും എ സ്ട്രാറ്റജീസ്. എയുടെ സ്ട്രാറ്റജി ഈക്വൽ ടു പിയും 1 മൈനസ് പിയു ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പി നമുക്ക് കിട്ടി 4/9. സോ 1 മൈനസ് പി എന്ന് പറയുന്നത് 5/9 ആയിരിക്കും. സോ ബി സ്ട്രാറ്റജി ഈക്വൽ ടു ക്യൂവും 1 മൈനസ് ക്യൂവും ആണ്. ക്യൂ നമുക്ക് കിട്ടി എത്രയാണ്? 4/9. സോ ബി സ്ട്രാറ്റജി 5/9
9. So value of the game is equal to minus 7 by 9. സോ ഈ ക്വസ്റ്റിനകത്ത് ഗ്രാഫിക്കൽ മെത്തേഡ് ആണെങ്കിലും നമ്മൾ രണ്ട് ഡോമിനൻസ് റൂൾ ഉപയോഗിക്കുന്നുണ്ട്, പ്രോബബിലിറ്റി മെത്തേഡും യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ആ തന്നിരിക്കുന്ന വരയ്ക്കാൻ വേണ്ടി ഷോർട്ട് ആക്കാൻ വേണ്ടി ഡോമിനൻസ് റൂൾ യൂസ് ചെയ്യുന്നു. ദെൻ അടുത്തത് നമ്മളിത് ഷോർട്ട് ആക്കാൻ വേണ്ടി നമുക്ക് 2/2 കിട്ടിക്കഴിയുമ്പം പ്രോബബിലിറ്റി മെത്തേഡ് യൂസ് ചെയ്യാം. സോ നമുക്ക് ബിയുടെ സ്ട്രാറ്റജി Q 1 മൈനസ് Q ആണ്. അപ്പോൾ 4/9 5/9 ആണ് കിട്ടുന്നത്. അപ്പോൾ എയുടെ സ്ട്രാറ്റജി 4/9 5/9. ബട്ട് ഇവിടെ നമുക്ക് B1 B2 ക്വസ്റ്റ്യനിൽ B1 B2 B3 B4 B5 വരെയുണ്ട് സ്ട്രാറ്റജീസ്. സോ വി ക്യാൻ റൈറ്റ് ബിയുടെ സ്ട്രാറ്റജി യെസ്, അതായത് B1 B2 B3 B4 B5 വരെയുണ്ട്. നമ്മൾ ചെയ്തത് B1ഉം B4ഉം ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ബി സ്ട്രാറ്റജി ക്യാൻ ബി റിട്ടൺ ആസ് 4/9. B2 ഇല്ല, B3 ഇല്ല, B4 ആണ് കിട്ടിയിരിക്കുന്നത് 5/9. ദെൻ B5 ഇല്ല, സോ 0. ബി സ്ട്രാറ്റജി ക്യാൻ ബി റിട്ടൺ ആസ് ലൈക്ക് ദിസ്.